കഴിഞ്ഞ ക്ലാസ്സിൽ ലിമിറ്റും ലിമിറ്റ് ലോസ് അങ്ങനത്തെ അതുപോലെയുള്ള കൺസെപ്റ്റുകളൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി, എന്താണ് അതിന്റെ കണ്ടിന്യൂറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്? ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ, എവിടെയെല്ലാം അത് കണ്ടിന്യൂസ് ആണ്, അങ്ങനെയുള്ള കൺസെപ്റ്റുകളാണ്. ഇതിന്റെ ഓൾറെഡി നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, ഒന്നും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കൊരു ഉദാഹരണത്തിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം. ഈ ഒരു ഗ്രാഫ് എന്താണ്? y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. എന്തൊക്കെയാണ് ഈ ഗ്രാഫിന്റെ പ്രത്യേകത? ഈ ഒരു ഗ്രാഫിന്റെ പോയിന്റ്സ് ആണ് ഈ ഒരു ഏകദേശം ഒരു ബ്ലൂ കളർ ഈ ഒരു ലൈൻ കൊണ്ട് ഡിനോട്ട് ചെയ്തേക്കുന്നത്. എന്താണ് ഈ ഗ്രാഫിന്റെ ഫംഗ്ഷൻ വാല്യൂ വരുന്നത്? ഈ ഗ്രാഫ് 0 എവിടെ മുതൽ ഏതുവരെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഡൊമൈൻ എന്താണ് ഈ ഒരു ഫംഗ്ഷന്റെ? y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് എവിടെ മുതൽ എവിടെ വരെയാണ്? y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് 0 മുതൽ 4 വരെയാണ് അല്ലെ? ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ 0 to 4 ആണ്. ക്ലോസ്ഡ് ഇന്റർവെൽ 0-4ലാണ് ഈ ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ളത്. ഇനി ഈ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ? 1 മുതൽ ഈ ഒരു ലൈനിലെ പോയിന്റ്സ് തന്നെയാണ് അല്ലെ? 1 മുതൽ ഈ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ 0 ആകുമ്പോൾ 1 ആണ് ഫംഗ്ഷൻ വാല്യൂ വരുന്നത്, എക്സെട്ര ഇങ്ങനെ വരുന്നത്. ഇനി ഒരു കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്? സ്മൂത്ത് ഒരു സ്റ്റാർട്ട് ചെയ്ത് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബ്രേക്ക് വരാത്ത രീതിയിൽ പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താണ്? ആ ഫംഗ്ഷൻ ഇപ്പൊ 0 മുതൽ 4 വരെ കണ്ടിന്യൂസ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 0-ല് ഫംഗ്ഷൻ വാല്യൂ എവിടെയാണോ അവിടുന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റണം? പേന എടുക്കാതെ അതിന്റെ 4-ലെ ഫംഗ്ഷൻ വാല്യൂ എവിടെയാണോ അതുവരെയുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള കർവ് നമുക്ക് പേന എടുക്കാതെ വരക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ ഒരു ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ്സുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ പോയിന്റിലാണ് ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയത്? സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു, ഇതാണ് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. എക്സ് 0-ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പേന എടുക്കാതെ വരക്കാൻ പറ്റുന്നുണ്ട് അല്ലെ? ഇവിടുന്ന് ഇങ്ങനെ വരച്ച് 1-ൽ എന്താണ്? ഹോളാണ്. ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1-ലെ ഫംഗ്ഷൻ വാല്യൂ ഇവിടെ എടുക്കുന്നില്ല, പകരം 1-ലെ വാല്യൂ എവിടെയാണ്? ഇവിടെയാണ്. അപ്പൊ 1 വരുമ്പോൾ ഈ ഫംഗ്ഷൻ ഒരു ഡിസ്കണ്ടിന്യൂറ്റി വരുന്നുണ്ട്. അപ്പൊ ഈ ഡിസ്കണ്ടിന്യൂറ്റിയുടെ പോയിന്റ് ഏതാ വരുന്നത്? പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ്. പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഏതൊക്കെയാ വരുന്നത്? സോറി, ഈ ഒരു ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ്സ്, നോട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ്സ്, നോട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയാ വരിക? എക്സ് ഈക്വൽ ടു 1 ഒരു പോയിന്റ് ആണ്. എക്സ് ഈക്വൽ ടു 1-ൽ എന്താണ്? ഈ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് അല്ല. കാരണം എന്താ? എക്സ് ഈക്വൽ ടു 1-ൽ എന്തുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് അല്ല എന്ന് പറയുന്നു? ഇതിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കൂ. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അതായത് ആ ഒരു പോയിന്റിലെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. എക്സിസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, ആ ലിമിറ്റ് എന്താവണം? ഫംഗ്ഷൻ വാല്യൂവിനോട് ഈക്വൽ ആവണം. അതായത് എന്താണ് കണ്ടീഷൻ? ലിമിറ്റ് ഫംഗ്ഷൻ ഒരു പോയിന്റിൽ അറ്റ് എ പോയിന്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് സി ആണെങ്കിൽ നമുക്ക് എന്ത് വേണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടണം? എഫ് ഓഫ് സി ആവണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്ത് പറയാം? ആ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറയാം. അതായത് എന്താ ഇതിന്റെ മീനിങ്? ഈ സി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ സപ്പോസ് നിങ്ങളുടെ സി 1 ആണെങ്കിൽ എപ്പോഴാണ് നമ്മൾ കണ്ടിന്യൂസ് ആണെന്ന് പറയാം? 1-ൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. എപ്പോഴാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആവണം. അപ്പൊ നിങ്ങൾ ഈ ഒരു 2 എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യാം. 2-ൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ലെഫ്റ്റിലൂടെ നിങ്ങൾ 2-ലേക്ക്, എക്സ് ലെഫ്റ്റിലൂടെ 2-ലേക്ക് അപ്രോച്ച് ചെയ്ത് നോക്കൂ. ഫംഗ്ഷൻ എവിടേക്ക് അപ്രോച്ച് ചെയ്യുന്നത്? 1-ലേക്കാണ്. എക്സ് റൈറ്റിലൂടെ 2-ലേക്ക് അപ്രോച്ച് ചെയ്ത് നോക്കൂ. ഫംഗ്ഷൻ എങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നത്? അതും 2-ലേക്കാണ്. അപ്പൊ 2 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. നമുക്ക് എന്താണ് കിട്ടുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് എന്ത് വരും? ഈക്വൽ ടു
ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും 1ലേക്കാണ്, റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും 1 ആണ്. പക്ഷേ എഫ് ഓഫ് 2 എന്താണ്? 2 എന്നുള്ള സ്ഥലത്ത് ഒരു ഹോൾ ആണ്. എഫ് ഓഫ് 2 എത്രയാണ്? 2 ആണ്. അപ്പൊ എന്ത് ഈക്വൽ അല്ല? ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 2 ആണ്. അതുകൊണ്ട് എന്താണ് ഈ ഒരു പോയിന്റിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല? സോറി, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ കണ്ടിന്യൂസ് അല്ല. അപ്പൊ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും വേണം, അത് ആ ഒരു ഫംഗ്ഷൻ വാല്യൂവിനോട് ഈക്വൽ ആവും വേണം. അപ്പൊ ഇനി നിങ്ങൾ നോക്കൂ, ഈ എക്സ് ഈക്വൽ ടു 1 എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ? ഇതിന്റെ ലെഫ്റ്റ് ലിമിറ്റ് എന്താണ് വരിക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ലെഫ്റ്റിലൂടെ എക്സിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ, അതായത് എക്സിന്റെ വാല്യൂ ലെഫ്റ്റിലൂടെ 1ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ എവിടേക്കാ വരുന്നത്? 0ലേക്കാണ് വരുന്നത്. ഈക്വൽ ടു 0 ആണ്. കാരണം എന്താ? ഈ ഫംഗ്ഷൻ വാല്യൂ നോക്കൂ, എക്സ് 1ലോടൊക്കെ അടുക്കും തോറും ഫംഗ്ഷന്റെ വാല്യൂ 0ലേക്കാണ് അടുക്കുന്നത്. ഇനി റൈറ്റിലൂടെ 1ലേക്ക് അപ്രോച്ച് ചെയ്ത് നോക്കൂ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് 1 പ്ലസ് ആണ്, അതായത് 1ലേക്ക് റൈറ്റ് സൈഡിലൂടെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ വരിക? 1ലൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ എത്രയാണ് വരിക? 1 ആണ് വരിക, അല്ലെ? എക്സ് റൈറ്റിൽ നിന്ന് 1ലേക്ക് വരും തോറും എഫ് ഓഫ് എക്സ് എന്ത് ചെയ്യും? 1ലേക്കാണ് അടുക്കുന്നത്. അപ്പൊ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ല. ഏത് പോയിന്റില്? എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റില് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ലാത്തത് കാരണം എന്താണ്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ഈ പോയിന്റിൽ എന്തല്ല? ഈ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല, അവിടെ ബ്രേക്ക് വന്നു. നമുക്ക് കൈ എടുക്കാതെ എന്ത് ചെയ്യാൻ കഴിയില്ല? ഈ 1 എന്നുള്ള പോയിന്റിൽ നിന്ന് നമുക്ക് പേന എടുത്ത് മാറ്റിയിട്ട് വേണം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ. ഇവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി വന്നു. അപ്പൊ ഡിസ്കണ്ടിന്യൂറ്റിയുടെ ഒരു പോയിന്റ് ആണ് എക്സ് ഈക്വൽ ടു 1. എന്താണ് ഇവിടെ ഡിസ്കണ്ടിന്യൂസ് ആവാനുള്ള കാരണം? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി വേറൊരു പോയിന്റ് എന്താണ്? എക്സ് ഈക്വൽ ടു 1 എന്നുള്ളത് ഒരു പോയിന്റ് ആണ്. ഇനി ഏതാണ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് വരുന്നത്? നിങ്ങൾ നോക്കൂ, വേറെ ഏത് പോയിന്റ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ളത്? എക്സ് ഈക്വൽ ടു 2 അല്ലെ? എക്സ് ഈക്വൽ ടു 2 എന്നുള്ളത് എന്താണ്? ഈ പോയിന്റിലും ഫംഗ്ഷൻ എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ്. എന്താണ് കാരണം? നേരത്തെ അതേ കാരണം തന്നെ. നിങ്ങൾ നോക്കൂ, നേരത്തെ എന്താ? ഈ 1ൽ എന്തായിരുന്നു? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. 1ൽ കണ്ടിന്യൂസ് അല്ല ആവാത്തതിന്റെ കാരണം എന്തായിരുന്നു? ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നില്ല. എക്സ് ടെൻസ് ടു 1 ആവുമ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി എക്സ് ഈക്വൽ ടു 2 നിങ്ങൾ നോക്കൂ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കൂ. 2ലേക്ക് ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ലിമിറ്റ് എത്രയാണ് വരുന്നത്? 1 ആണ് വരുന്നത്, അല്ലെ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ് വരുന്നത്? 1 ആണ് വരുന്നത്. സോറി, 2 എവിടുന്ന്? ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ 2 മൈനസ് ഇടത് ഭാഗത്ത് നിന്ന് എക്സിന്റെ വാല്യൂ 2ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എവിടേക്ക് അപ്രോച്ച് ചെയ്യും? 1ലേക്ക് അപ്രോച്ച് ചെയ്യും. കാരണം ഇവിടൊക്കെ 1 തന്നെയാണ്, 1ലേക്ക് അപ്രോച്ച് ചെയ്യും. ഇനി റൈറ്റ് ലിമിറ്റ് എന്താണ്? അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് വരും? റൈറ്റ് സൈഡിൽ നിന്ന് എക്സിന്റെ വാല്യൂ 2ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ എവിടേക്ക് അപ്രോച്ച് ചെയ്യും? അതും 1ലേക്കാണ് വരുന്നത്. അതിന്റെ അർത്ഥം എന്താ? ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റിൽ നിന്ന് 2ലേക്ക് വരുമ്പോഴും റൈറ്റിൽ നിന്ന് വരുമ്പോഴും ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്താണ്? 1 ആണ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം? ഈ എഫ് ഓഫ് 2 എന്ന് പറയുന്ന 2ലുള്ള ഫംഗ്ഷൻ വാല്യൂ എന്തല്ല? നോട്ട് ഈക്വൽ ടു 1 ആണ്, 1 അല്ല. അപ്പൊ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണ്? ആ ലിമിറ്റ് ഫംഗ്ഷൻ വാല്യൂവിനോട് ഈക്വൽ അല്ല. അത് കാരണം ഈ ഒരു പോയിന്റിൽ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. നോക്കൂ നിങ്ങൾ, ഈ ഒരു ഫംഗ്ഷനിൽ നമ്മൾ ഇവിടുന്ന് ഒരു ഡിസ്കണ്ടിന്യൂറ്റി വന്നു, പിന്നെ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ പിന്നെ നേരെ ഇവിടെയാണ് അടുത്ത പോയിന്റ് 2 എന്ന് എത്തുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ എന്താണ്? 2 ആണ് വരുന്നത്. 2 വരെ ഫംഗ്ഷൻ വാല്യൂ 1 ആയിരുന്നു. 2 ഒരൊറ്റ ചാട്ടം ചാടി, അല്ലെ? ഈ എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ 1ൽ നിന്ന് 2ലേക്ക് ഒരു ജമ്പ്, ഒരു ചാട്ടം ചാടി. എന്നിട്ട് എന്താ ചെയ്യുന്നത്? വീണ്ടും 2ന്റെ തൊട്ടടുത്ത പോയിന്റ് എത്തുമ്പോൾ വീണ്ടും തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരണം. നല്ലൊരു ജമ്പ് വന്നു, അല്ലെ? എന്നിട്ട് ഇവിടുന്ന് വീണ്ടും പോവാണ്. അപ്പൊ 2ൽ എന്തല്ല? ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. 2ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാതിരിക്കാനുള്ള കാരണം എന്താണ്? ലിമിറ്റിന്റെ ഫംഗ്ഷൻ എന്തിനോട് ഈക്വൽ അല്ല? ഫംഗ്ഷൻ വാല്യൂവിനോട് ഈക്വൽ അല്ല. ലിമിറ്റ് at that point is not equal to the function value at that point. അതുകൊണ്ട് x equal to 2ൽ കണ്ടിന്യൂസ് അല്ല.
ഇനി എക്സ് ഈക്വൽ ടു 4, അടുത്തൊരു ഡിസ്കണ്ടിന്യൂറ്റി എവിടെയാണ് വരുന്നത്? എക്സ് ഈക്വൽ ടു 4 വരുന്നുണ്ട്. വേറെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് ആണ് എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന പോയിന്റ്. എക്സ് ഈക്വൽ ടു 4. എക്സ് ഈക്വൽ ടു 4 എന്താ സംഭവിക്കുന്നത്? ഈ ഒരു പോയിന്റ് വന്ന് 4ന്റെ തൊട്ട് മുമ്പ് വരെ എവിടെയാണ്, പക്ഷെ 4 എന്ന് പറയുന്ന പോയിന്റ് എത്തുമ്പോൾ ഇത് 1ലേക്ക് എൻഡ് ചെയ്യുന്നതിന് പകരം 0.5ലേക്ക് അങ്ങനെ ചാടും. ഇവിടെ റൈറ്റ് ലിമിറ്റ് എന്താ, ലെഫ്റ്റ് ലിമിറ്റ് എന്താണ് വരിക? 1 ആണ് വരിക. പക്ഷേ ഫംഗ്ഷൻ വാല്യൂ എന്തിനോട് ഈക്വൽ അല്ല? 1നോട് ഈക്വൽ അല്ല. ഫംഗ്ഷൻ വാല്യൂ 0.5 ആണ്. അതുകൊണ്ട് ഈ ഒരു പോയിന്റിലും കണ്ടിന്യൂസ് അല്ല. ഇനി ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റുകൾ ഏതൊക്കെയാ? നിങ്ങൾ എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ് ഇനി ഇതുവരെ നോട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണ്. ഇനി ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റുകൾ ഏതൊക്കെയാ വരിക? നിങ്ങൾ ഈ പോയിന്റ് നോക്കൂ, 0 എന്നുള്ളത് ഇതിന്റെ തൊട്ടിപ്പുറത്തേക്ക് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു ഇവിടുന്ന് 0നോട് നോക്കുമ്പോൾ റൈറ്റ് ലിമിറ്റ് മാത്രം നോക്കിയാൽ മതി. റൈറ്റിലേക്ക് ഫംഗ്ഷൻ 0നോട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ 1ലേക്ക് പോകുന്നുണ്ട്. അവിടെ ബ്രേക്ക് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 1 നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അതുപോലെ നിങ്ങൾ എക്സ് ഈക്വൽ ടു 3 നോക്കൂ. എക്സ് ഈക്വൽ ടു 3 ആകുമ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് എടുക്കാ വരുന്നത്. ലെഫ്റ്റ് ഭാഗത്ത് നിന്ന് 3ക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ 2ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. റൈറ്റ് സൈഡിൽ നിന്ന് 3ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ വാല്യൂവും 2ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ഈ ഒരു പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ഇനി 3യിലുള്ള ഫംഗ്ഷൻ വാല്യൂ എന്താണ്? അതും ഇത് തന്നെയാണ്, 2 തന്നെയാണ്. ഇപ്പൊ ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്, അതായത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എക്സിസ്റ്റ് ചെയ്യാൻ മാത്രമല്ല ആ പോയിന്റിലെ ലിമിറ്റ് വാല്യൂ ആ സെയിം വാല്യൂ ആണ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 3 ആണ്. അതുകൊണ്ട് 3യിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇനി വേറെ എവിടേക്കാ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ടുള്ളത്? 0ന്റെയും 1ന്റെയും ഇടയ്ക്കുള്ള പോയിന്റ്സ് കൺസിഡർ ചെയ്യാം. ഈ 0ന്റെയും 1ന്റെയും ഇടയിലുള്ള പോയിന്റ്, ഇപ്പൊ 0യിൽ കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ കണ്ടു, 1ൽ കണ്ടിന്യൂസ് അല്ല. പക്ഷെ 0ന്റെയും 1ന്റെയും ഇടയ്ക്ക് എന്താണ്? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അതുപോലെ 1ന്റെയും 2ന്റെയും ഇടയ്ക്ക് എന്താണ്? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. 2ന്റെയും 4ന്റെയും ഇടയ്ക്ക് എന്താണ്? ഫംഗ്ഷൻ, കാരണം 3യിലും കണ്ടിന്യൂസ് ആണ്. ഈ ഒരു ഇന്റർവെല്ലിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഇതാണ് ഒരു ഫംഗ്ഷന്റെ കണ്ടിന്യൂസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അതിന്റെ ഡെഫിനിഷനിലേക്ക് കടക്കുമ്പോൾ എന്തായിരുന്നു നമ്മുടെ ആദ്യത്തെ ഡെഫിനിഷൻ? എ ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് ആൻ ഇന്റീരിയർ പോയിന്റ് സി. സി എന്ന് പറയുന്ന ഒരു ഇന്റീരിയർ പോയിന്റ് ഉണ്ട്. സി എന്ന് പറയുന്ന ഇന്റീരിയർ പോയിന്റ്, സപ്പോസ് സി ഒരു ഇന്റീരിയർ പോയിന്റ് ആണ്. എന്താണ് ഇന്റീരിയർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ ഒരു ലിമിറ്റിന്റെ അകത്തുള്ള പോയിന്റ്, ബൗണ്ടറി പോയിന്റ് അല്ല, ബൗണ്ടറിയിലുള്ള പോയിന്റ് അല്ല, ഇന്റീരിയർ പോയിന്റ് ആണ്. സോ എ ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ആൻ ഇന്റീരിയർ പോയിന്റ് സി ഓഫ് ഇറ്റ്സ് ഡൊമൈൻ. അപ്പൊ ഒരു ഫംഗ്ഷൻ അതിന്റെ ഇന്റീരിയർ പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം നമ്മുടെ കണ്ടീഷൻ? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താവണം? എഫ് ഓഫ് സി ആവണം. ഇങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്ത് പറയാ? ഒരു ഫംഗ്ഷൻ അതിന്റെ ഡൊമൈനിന്റെ ഒരു ഇന്റീരിയർ പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് എന്ന് പറയാം. 1 എന്ന് പറയുന്ന പോയിന്റിൽ ഈ കണ്ടീഷൻ തെറ്റിപ്പോയി, അതുകൊണ്ട് 1ൽ കണ്ടിന്യൂസ് അല്ല. 2 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഒരു കണ്ടീഷൻ തെറ്റി, അതുകൊണ്ട് 2ൽ കണ്ടിന്യൂസ് അല്ല. 4ലും ഈ ഒരു സാധനം തെറ്റി, അതുകൊണ്ട് എന്താണ്? 4ലും കണ്ടിന്യൂസ് അല്ല. ഇനി അടുത്ത ഡെഫിനിഷൻ എന്താ പറയുന്നത്? നമുക്ക് ഈ ഒരു കണ്ടിന്യൂറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ബൗണ്ടറി പോയിന്റില് എത്ര ബൗണ്ടറി പോയിന്റ് ആണുള്ളത്? നമുക്ക് 2 ബൗണ്ടറി പോയിന്റ് ഉണ്ടാവില്ലേ? 0യും 4ഉം. ഇതാണല്ലോ നമ്മുടെ ഡൊമൈൻ. ഈ ഡൊമൈന്റെ ബൗണ്ടറി പോയിന്റിൽ ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ 2 ബൗണ്ടറി പോയിന്റ് ആണുള്ളത്. ഒന്ന് ലെഫ്റ്റ് എൻഡും ഒന്ന് റൈറ്റ് എൻഡും. ഈ ലെഫ്റ്റ് എൻഡിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ ഈ ഒരു ലെഫ്റ്റ് എൻഡിലെ പോയിന്റ്, അതായത് 0 എന്ന് പറയുന്ന പോയിന്റിന്റെ ഇടത് ഭാഗത്തേക്ക് എന്ത് ഡിഫൈൻഡ് അല്ല? ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പൊ ആ ഇടത് ഭാഗത്തെ ലിമിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ബൗണ്ടറി പോയിന്റ് ആണെങ്കിൽ, ലെഫ്റ്റ് സൈഡിലെ ബൗണ്ടറി പോയിന്റ് ആണെങ്കിൽ എന്ത് കൺസിഡർ ചെയ്താൽ മതി? അവിടുന്ന് റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന ലിമിറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതായത് എന്ത് ചെക്ക് ചെയ്താൽ മതി? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എ ഒരു ബൗണ്ടറി പോയിന്റ് ആണ് ഇരിക്കട്ടെ, എ ബി ആണ് നമ്മുടെ ഇന്റർവെൽ എന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തായാൽ മതി? എഫ് ഓഫ് സി ആയാൽ മതി. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ ഇതിന്റെ റൈറ്റ് സൈഡിലെ ബി എന്ന് പറയുന്ന
റൈറ്റ് എൻഡിലെ ബൗണ്ടറി പോയിന്റ് ആണെങ്കിൽ എന്താണ് അതിന്റെ പ്രത്യേകത? അതിന്റെ റൈറ്റ് സൈഡിലേക്ക് ഫംഗ്ഷൻ ഇല്ല, ഡൊമൈൻ അവിടെ അവസാനിച്ചു. അപ്പൊ അവിടെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്താൽ മതി? ലിമിറ്റ് ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന ലിമിറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു ബി മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തായാൽ മതി? എഫ് ഓഫ് സി ആയാൽ മതി. അപ്പൊ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഒന്ന് ഇന്റീരിയർ പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ എന്ന് എങ്ങനെയാ ചെക്ക് ചെയ്യുക? ബൗണ്ടറി പോയിന്റ്സിൽ ലെഫ്റ്റ് ബൗണ്ടറിയിലും റൈറ്റ് ബൗണ്ടറിയിലും എങ്ങനെയാണ് കണ്ടിന്യൂസ് ആണ് എന്ന് ചെക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഒരു ഡെഫിനിഷൻ എന്നുള്ള പാർട്ടിലുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നും കൂടെ വായിച്ചു നോക്കുക.